അടുത്തൊരു സ്കീം മെഷീനറി ഇമ്പോർട്ട് ചെയ്യണം. മെഷീനറി ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് പ്രൊഡക്ഷൻ നടത്തി എക്സ്പോർട്ട് ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഷർട്ട് ഉണ്ടാക്കാനുള്ള മെഷീനാണ്. ഈ മെഷീൻ ഇമ്പോർട്ട് ചെയ്യണം ഡ്യൂട്ടി ഫ്രീ ആയിട്ട്. ആ സ്കീമിന്റെ പേരാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്ന്. ഈ സ്കീം പ്രകാരം ഞാൻ മെഷീൻ മേടിക്കുന്നു, എന്നിട്ട് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. ഇവിടെയും ഇത്ര വർഷം കൊണ്ട് ഇതിന്റെ ഡ്യൂട്ടി സേവ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ഇത്ര ഇരട്ടി ഞാൻ എക്സ്പോർട്ട് ചെയ്യണമെന്ന് കണക്ക്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഞാൻ ഈ 2 സ്കീം കൂടി, അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീമും EPCG സ്കീമും രണ്ടും കൂടി എടുത്തു. ഇപ്പോൾ ഷർട്ടിന്റെ കേസിൽ തുണി ഇമ്പോർട്ട് ചെയ്യാൻ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ചെയ്യാൻ അഡ്വാൻസ് ഓതറൈസേഷൻ എടുത്തു, ഷർട്ട് ഉണ്ടാക്കാനുള്ള മെഷീനറിക്ക് EPCG എടുത്തു. രണ്ടും കൂടി പറ്റുമോ എന്നുള്ള ചോദിക്കും. ഇത് രണ്ടും കൂടി അറ്റ് എ ടൈം പറ്റും. കാരണം എന്താ വെച്ചാൽ ഒരെണ്ണം റോ മെറ്റീരിയലും ഒരെണ്ണം മെഷീനുമാണ്. അപ്പോൾ ഒരേ ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒറ്റ ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അഡ്വാൻസ് ഓതറൈസേഷൻ്റെ ഒബ്ലിഗേഷൻ അഗേൻസ്റ്റ് ആയിട്ടും അതിനെ ട്രീറ്റ് ചെയ്യും, EPCGയുടെ ഒബ്ലിഗേഷൻ അഗേൻസ്റ്റ് ആയിട്ടും അതിനെ ട്രീറ്റ് ചെയ്യും. രണ്ടിനും ട്രീറ്റ്. അപ്പോൾ ഇതാണ് ഈ സ്കീം. ഇത് രണ്ടും ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെയാണ്, DGFTയുടെ ആണ്. ഇനി അടുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിൽ തന്നെ. ഇപ്പം ഞാൻ ഒരു എക്സിബിഷന് വെളിയിൽ പോയി, സ്പൈസസ് ബോർഡിലോ കോയർ ബോർഡിലോ എന്തെങ്കിലും എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, അവർ നടത്തുന്ന ഒരു എക്സിബിഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്തു. ഞാൻ എന്നിട്ട് വെളിയിൽ പോയി ഈ എക്സിബിഷൻ സ്റ്റാളിട്ടു, തിരിച്ചു വന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ പോയി വന്നതിൻ്റെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ താമസിക്കുന്ന ചാർജിൻ്റെയും ട്രാവലിൻ്റെ കോസ്റ്റിൻ്റെയും 50% റീഇംബേഴ്സ് ചെയ്തെങ്കിൽ തരും. ഇങ്ങനെ നൂറുകണക്കിന് സ്കീമുകളുണ്ട്. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് എന്ത് സ്കീമാണ് പറ്റുന്നത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ജനറലി എല്ലാവർക്കും പറ്റുന്ന പറഞ്ഞാണ് ഡ്യൂട്ടി ഡ്രോബാക്ക്. കാരണം എന്താ വെച്ചാൽ അവിടെ മാനുഫാക്ചറിങ് വേണം നിർബന്ധമില്ല. അഡ്വാൻസ് ഓതറൈസേഷൻ EPCG ഒക്കെ വരുമ്പോൾ മാനുഫാക്ചറിങ് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ RODPയും പറ്റുന്നതാണ്. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അത് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ സ്കീംസാണ് ഉള്ളത്.